കൈകൂപ്പി നിന്നു ഞാൻ അൾത്താരമുന്നിൽ കാരുണ്യരൂപനെ വണങ്ങാം. കൈകൂപ്പി നിന്നു ഞാൻ അൾത്താരമുന്നിൽ കാരുണ്യരൂപനെ വണങ്ങാം. കരൾ നൊന്തു പാടുമെൻ ഉൾത്താരിലേക്കവൻ തിരുവോസ്തിരൂപനായി അണഞ്ഞു. കരൾ നൊന്തു പാടുമെൻ ഉൾത്താരിലേക്കവൻ തിരുവോസ്തിരൂപനായി അണഞ്ഞു. ആരാധന ആരാധന ആത്മീയ സ്നേഹമേ ആരാധന. നിത്യവും നിത്യവും ആരാധന 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 ആത്മീയ സ്നേഹമേ ആരാധന. നിത്യവും നിത്യവും ആരാധന. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയ നിറഞ്ഞവരെ, ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ ഏറ്റവും ശാന്തമായി സ്വസ്ഥമായി കുറച്ചു സമയം അവിടുത്തെ നമുക്ക് ആരാധിക്കാം. ഇതാ ഈശോനാഥൻ തിരുവോസ്തിരൂപനായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. മനുഷ്യമക്കളോടുള്ള അനന്തമായ സ്നേഹം, അചഞ്ചലമായ സ്നേഹം വെറുമൊരു അപ്പത്തിലേക്ക് സ്വയം ചുരുങ്ങി ഇതവിടുന്ന് നമ്മയെല്ലാം അനുഗ്രഹിക്കാനായി നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവിടുത്തെ കാരുണ്യവും നന്മയും കൃപകളൊക്കെ സമൃദ്ധമായി വർഷിക്കുന്നതിന് വേണ്ടി നമ്മുടെ മധ്യേ അണഞ്ഞിരിക്കുന്നു. ഇത്രയധികം മനുഷ്യരോട് അടുത്തായിരിക്കുന്ന വേറെ ഏത് ദൈവമാണുള്ളത്? നമ്മുടെ തമ്പുരാൻ, നമ്മുടെ ഹൃദയങ്ങളിൽ വസിക്കുന്നവൻ, നമ്മോടൊപ്പം എപ്പോഴുമായിരിക്കുവാൻ അപ്പമായി തീർന്നവൻ ഇതാ നമ്മുടെ മുമ്പിൽ. ഓ ദിവ്യകാരുണ്യനാഥ, ഇതാ ഈ നിമിഷം ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഓരോ നിമിഷവും നീ ഞങ്ങളിലേക്ക് വർഷിക്കുന്നത്. ഇതാ ഇന്നേ ഈ ദിനം കാണുവാൻ അങ്ങ് ഞങ്ങളെല്ലാം അനുവദിച്ചു. ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ നിമിഷം വരെ ജനിച്ച നാൾ മുതൽ ഒരുപാട് വ്യക്തികളിലൂടെ, അനുഭവങ്ങളിലൂടെ, സാഹചര്യങ്ങളിലൂടെയൊക്കെ അങ്ങ് ഞങ്ങളെ വഴി നടത്തുകയായിരുന്നു. അങ്ങയുടെ സ്നേഹത്തിൻ്റെ പദ്ധതിയുടെ ഫലമായിട്ട് ഞങ്ങളുടെ ജീവിതം ഇതാ സുഖദുഃഖ സമ്മിശ്രമായി കടന്നു പോകുമ്പോൾ അങ്ങയുടെ സാന്നിധ്യമാണ്, അങ്ങയുടെ സംരക്ഷണമാണ് ഞങ്ങളുടെ എല്ലാം ജീവിതത്തിൻ്റെ അടിസ്ഥാനമെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ദിവ്യകാരുണ്യമായി ഓരോ ദിനവും വിശുദ്ധ കുർബാനയിൽ അങ്ങ് ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരുമ്പോൾ ഞങ്ങളുടെ ഈ മാനുഷികമായ ജീവനെ നിത്യജീവനിലേക്ക് അങ്ങ് ഉയർത്തുകയാണല്ലോ തമ്പുരാനെ. അങ്ങ് ഞങ്ങളോട് കാണിക്കുന്ന ഈ അനന്ത സ്നേഹത്തിന് എന്തു പറഞ്ഞാണ് ഞങ്ങൾ അങ്ങയോട് നന്ദി പ്രകാശിപ്പിക്കുക? ഞങ്ങളുടെ ജീവിതം തന്നെ ഒരു കാഴ്ചയായി അങ്ങയുടെ തിരുമുമ്പിൽ സമർപ്പിച്ചാലും
അങ്ങ് ഞങ്ങളിലേക്ക് വർഷിച്ച അങ്ങയുടെ ആ സ്നേഹത്തിന്, അങ്ങയുടെ നന്മകൾക്ക്, കൃപകൾക്ക് പകരമാവില്ല തമ്പുരാനെ. ഇതാ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുന്നു. ഈ സമയം അങ്ങ് ഞങ്ങളിലേക്ക് വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും നന്മകളെയും ഓർത്ത് നന്ദി പറയുകയാണ് തമ്പുരാനെ. ഒരുപാട് ആകുലതകളും ഒരുപാട് യാചനകളും ആഗ്രഹങ്ങളുമായാണ് ഞങ്ങളൊക്കെ അങ്ങയുടെ മുമ്പിൽ അണഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് അങ്ങയോട് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളായിരിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ അങ്ങേക്ക് മാത്രമേ ഈ ഭൂമിയിൽ സാധിക്കുകയുള്ളൂ. ഈ ഭൂമിയിലെ ഒരു മനുഷ്യനും ഞങ്ങളായിരിക്കുന്ന പോലെ മനസ്സിലാക്കാൻ സാധിക്കില്ല, അങ്ങേക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ആഗ്രഹങ്ങളും ഞങ്ങളുടെ പ്രതീക്ഷകളും ഞങ്ങളുടെ യാചനകളും ഒക്കെ പരിപൂർണമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന അങ്ങയോട് മാത്രമേ ഞങ്ങൾക്ക് തുറന്നു പറയാൻ സാധിക്കൂ. ഈശോയെ, ഈ നിമിഷം ഞങ്ങളുടെ എല്ലാ യാചനകളും അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുകയാണ്. ശാരീരികവും മാനസികവുമായ ഒരുപാട് അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരാണ് ഞങ്ങൾ. അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സമഗ്രമായ സൗഖ്യത്തിലേക്ക് ഞങ്ങളെ എടുത്തുയർത്തുന്നത്. അങ്ങയുടെ സാന്നിധ്യമാണ് ഞങ്ങളുടെ ജീവിതത്തെ കൃപയുടെ പാതയിലൂടെ നടത്തുന്നത്. തമ്പുരാനെ നന്ദി പറയുന്നു. ജീവിതത്തിലേക്ക് അങ്ങ് വർഷിച്ചുകൊണ്ടിരിക്കുന്ന, നയിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയെ ഒന്നിച്ചേർന്ന് ആരാധിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, തമ്പുരാന് നമുക്ക് നന്ദി പറയാം. അവിടെ നമ്മിലേക്ക് വർഷിച്ച ഓരോ അനുഗ്രഹങ്ങളെയും മനസ്സിൽ നമ്മൾ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയാം. നമ്മളിപ്പോൾ അനുഭവിക്കുന്ന എല്ലാ നന്മകളും സുഖ സൗകര്യങ്ങളും, മാതാപിതാക്കളിലൂടെ ഈ ഭൂമിയിലേക്ക് നമ്മൾ കടന്നു വന്നു. സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാർ, ജീവിത പങ്കാളി, മക്കൾ, മറ്റ് സുഹൃത്തുക്കൾ, ഈ ഭൂമിയിൽ നമ്മൾ കണ്ടുമുട്ടിയ ഒരുപാട് മനുഷ്യർ, അവരിലൂടെയെല്ലാം ദൈവം നമ്മളെ നയിക്കുകയായിരുന്നു. ഓരോ വ്യക്തിയും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട്. ദൈവികമായ പദ്ധതിയുടെ ഭാഗമായി തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മൾ ഒരുപാട് സ്വീകരിച്ചിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോയെ, ഇത് പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടുകൂടി അങ്ങയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങ് നൽകിയ എല്ലാ നന്മകളെയും ഓർത്ത് ഈ നിമിഷം ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹിക്കുന്ന ഈശോയെ, ഞങ്ങളൊക്കെ ഒരുപാട് കുറവുകളുള്ളവരാണ്. അങ്ങയുടെ തിരുമുമ്പിൽ ആയിരിക്കുവാനോ അങ്ങയെ പുകഴ്ത്തുവാനോ യോഗ്യതയില്ലാത്തവരാണ് ഞങ്ങളൊക്കെ അടിസ്ഥാനപരമായി ജഡത്തിൻ്റെ ജഡിക വാസനകൾ, ജഡിക ആസക്തിയാൽ നയിക്കപ്പെടുന്നവരാണ്. ഈശോ, ഈ നിമിഷം നന്ദി നിറഞ്ഞ മനസ്സോടുകൂടി അങ്ങയുടെ മുമ്പിൽ ആയിരിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ കുറവുകളെയും പോരായ്മകളെയും അസ്വസ്ഥതകളെയും ഓർത്ത് ഇതാ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങളുടെ പാപങ്ങളെല്ലാം തന്നെ ഏറ്റുപറഞ്ഞ് ഈ നിമിഷം ഞങ്ങൾ മാപ്പിരക്കും തമ്പുരാനെ. ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അങ്ങയുടെ തിരുരക്താഭിഷേകം ഞങ്ങളുടെ ജീവിതത്തെ സമഗ്രമായ സൗഖ്യത്തിലേക്ക്, നന്മയിലേക്ക് നയിക്കും. ഈശോയെ, തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റ മുറിവുകളെയെല്ലാം തിരുരക്തം കൊണ്ട് കഴുകണമേ. തിരുവോസ്തിരൂപനായ തമ്പുരാനെ, ഈ ഭൂമിയിൽ ഞങ്ങൾ ജീവിച്ച ഓരോ നിമിഷവും അറിഞ്ഞുമറിയാതെയും ചിന്തകളിലൂടെ, വാക്കുകളിലൂടെ, പ്രവൃത്തികളിലൂടെയൊക്കെ വന്നുപോയ എല്ലാ കുറവുകളെയും പാപങ്ങളെയും തെറ്റുകളെയും ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, ഈ നിമിഷം നമുക്ക് തിരുവോസ്തിരൂപനായ തമ്പുരാൻ്റെ മുമ്പിൽ ഇതാ നമ്മളായിരുന്നു കൊണ്ട് അവിടുത്തെ തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം നമ്മിൽ പതിക്കുന്നതായി സങ്കല്പിച്ചുകൊണ്ട്, ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകുന്ന തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. ഈശോയെ, ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കണമേ. എളിമയോടെ അനുതാപത്തോടുകൂടി ദൈവത്തിന് മുമ്പിൽ, ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് നമുക്ക് ഒരുമിച്ച് പാടാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ.
ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെൻ അറിയണമേ. അങ്ങിഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലൻ അറിയണമേ. അങ്ങിഴുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. ഓ ദിവ്യകാരുണ്യേശു, ഒരുപാട് മുറിവുകളുടെ അനുഭവങ്ങളുമായി ജീവിതം നയിക്കുന്നവരാണ് ഞങ്ങളൊക്കെ. മാതാപിതാക്കളിൽ നിന്നും, ജീവിത പങ്കാളിയിൽ നിന്നും, മക്കളിൽ നിന്നും, സഹോദരീ സഹോദരങ്ങളിൽ നിന്നൊക്കെ വാക്കുകൾ കൊണ്ടും പെരുമാറ്റം കൊണ്ടും പ്രവൃത്തികൾ കൊണ്ടുമൊക്കെ ഒത്തിരിയേറെ മുറിവുകൾ ഞങ്ങളുടെ ഉള്ളിലുണ്ട് ഈശോയെ. പലപ്പോഴും ആ മുറിവുകളുടെ ആധിക്യം ഞങ്ങളുടെ ജീവിതത്തെ തളർത്തിക്കളയുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പലപ്പോഴും നിരാശയുടെ അനുഭവങ്ങളിലേക്ക് ഞങ്ങൾ കടന്നു പോകുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് തമ്പുരാനെ. അങ്ങേക്ക് മാത്രമാണ് ഞങ്ങൾ പൂർണ്ണമായും സൗഖ്യപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അങ്ങയുടെ തിരുരക്തം ഞങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ മാത്രമാണ് ഞങ്ങളുടെ ഈ മുറിവുകളൊക്കെ സൗഖ്യമാവുകയുള്ളൂ തമ്പുരാനെ. ഇതേ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ തിരുരക്തം കൊണ്ട് കഴുകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, ഇന്നലകളിൽ കടന്നു വന്ന മുറിവുകൾ നമ്മുടെ ജീവിതത്തെ വേട്ടയാടുന്നുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തെ തളർത്തുന്നുണ്ടെങ്കിൽ, തമ്പുരാൻ്റെ കൃപയിൽ നിന്ന് നമ്മളെ അകറ്റുന്നുണ്ടെങ്കിൽ, ഈ നിമിഷം ആ മുറിവുകളെല്ലാം തന്നെ, ആ തിന്മയുടെ സ്വാധീനങ്ങളെല്ലാം തന്നെ ഒരുപക്ഷെ കുറ്റബോധമായിട്ടായിരിക്കാം നമ്മുടെ ഉള്ളിൽ ഈ ഒരു മുറിവ് കിടക്കുന്നത്. ആ കുറ്റബോധങ്ങളെല്ലാം തന്നെ ഈ നിമിഷം ദിവ്യകാരുണ്യേശ്വരുടെ മുമ്പിലേക്ക് കൊടുക്കാം. അവിടുത്തെ വലത്തെ കരത്തിലെ ആ മുറിവിലേക്ക് നമുക്ക് സമർപ്പിക്കാം. ഇതാ അവിടുത്തെ ആ വലത് കൈപ്പത്തിയിലെ തിരുമുറിവ് ഇന്നലകളിൽ നമ്മുടെ മുറിവുകളെല്ലാം തന്നെ സുഖപ്പെടുത്തുന്നു. ആ കൈപ്പത്തിയിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തം നമ്മുടെ ശിരസിൽ നിന്നും ഇതാ നമ്മുടെ പാദം വരെ ഒഴുകിയിറങ്ങി ഇന്നലകളിൽ ഭൂതകാലത്തിലുണ്ടായ എല്ലാ മുറിവുകളും സൗഖ്യപ്പെടുത്തുകയാണ്. ഉള്ളിൽ ഉറച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കു പ്രിയ നിറഞ്ഞവരെ. തമ്പുരാൻ്റെ വലത്ത് കരത്തിലെ ആ മുറിവിൽ നിന്ന് ഒഴുകുന്ന തിരുരക്തം നമ്മുടെ ഇന്നലകളിലെ മുറിവുകളെല്ലാം സുഖപ്പെടുത്തുന്നു. ഒരുപക്ഷെ വ്യക്തികളിൽ നിന്നാകാം, ഒരുപക്ഷെ അനുഭവങ്ങളിൽ നിന്നാകാം, ഒരുപക്ഷെ സാഹചര്യങ്ങളിൽ നിന്നാകാം കടന്നു വന്നിട്ടുള്ള ആ മുറിവുകളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. ഈശോയെ, ആ തിരുവിലാവിൽ ഒഴുകുന്ന തിരുരക്തം കൊണ്ട് ഞങ്ങളെ കഴുകണമേ എന്ന് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ.
ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലൻ അറിയേണമേ. അങ്ങിടുന്നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ദിവ്യകാരുണ്യേശ്വനാഥ, അങ്ങയുടെ ഇടത് കരത്തിലെ മുറിവിലേക്ക് ഇതാ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങൾ മുറിപ്പെട്ട അനുഭവങ്ങൾ, ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് അപരനെ മുറിപ്പെടുത്തിയ അനുഭവങ്ങളെ സമർപ്പിക്കുകയാണ്. ഈശോയെ, ഞങ്ങൾ മുറിപ്പെടുത്തിയവരെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങളിതാ മാപ്പപേക്ഷിക്കുന്നു. നാഥ, ഞങ്ങളെ മുറിപ്പെടുത്തിയവരെ സമർപ്പിച്ചുകൊണ്ട് ഇത് അവരോട് ഞങ്ങൾ പൂർണ്ണമായും ക്ഷമിക്കുന്നു. അവരനെ നന്മയിലേക്ക്, ഉത്കർഷത്തിലേക്ക്, കൃപയിലേക്ക് നയിക്കുന്ന വാക്കുകൾ പുറപ്പെടുവിക്കുന്നവരാകാൻ, അധരങ്ങളിൽ നിന്നും കൃപയുടെ സംസാരമുണ്ടാകുവാൻ ഈ നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പാടുന്നു. ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ കഴുകണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. സ്നേഹിക്കുന്ന ഈശോയെ, അങ്ങയുടെ കാൽപാദങ്ങളിലെ 2 മുറിവിലേക്കും ഇതാ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ഇടറിയ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പപേക്ഷിക്കുകയാണ്. തെറ്റുകളിലേക്ക്, തിന്മയിലേക്ക് നടന്നുപോയ നിമിഷങ്ങൾ ഒരുപാട് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ജഡത്തിൻ്റെ ആസക്തിയിലേക്ക് നടന്നുപോയ നിമിഷങ്ങൾ, ഈശോയെ, ഞങ്ങളുടെ ചിന്തകളിൽ പലപ്പോഴും തിന്മ നിറഞ്ഞിട്ടുണ്ട് തമ്പുരാനെ. ഇതാ ഞങ്ങളുടെ ഇടറിപ്പോയ നിമിഷങ്ങളെ ഓർത്ത്, അങ്ങിൽ നിന്നും തെറ്റിപ്പോയ നിമിഷങ്ങളെ ഓർത്ത് അനുതപിക്കുന്നു. അങ്ങയുടെ കാൽപാദങ്ങളിൽ ആ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും കഴുകി വിശുദ്ധീകരിക്കട്ടെ. പ്രകാശത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന മക്കളായി തീരുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. തിന്മയുടെ മാർഗത്തിൽ നിന്ന് പിന്തിരിഞ്ഞുകൊണ്ട് ദൈവകൃപയുടെ വഴിയിലൂടെ ചരിക്കുന്ന മക്കളായി ഞങ്ങളെയെല്ലാം രൂപാന്തരപ്പെടുത്തണമേ. നമുക്കൊരിക്കൽ കൂടി ഒരുമിച്ച് പാടാം. ഈശോയെ, തിരുരക്തം കൊണ്ട് അങ്ങയുടെ കാൽപാദങ്ങളിലെ ആ തിരുമുറിവിൽ നിന്നൊഴുകുന്ന തിരുരക്തം ഞങ്ങളെ കഴുകി വിശുദ്ധീകരിക്കട്ടെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. പ്രിയ നിറഞ്ഞവരെ, നമ്മുടെ ജീവിതത്തെയും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതത്തെയും എല്ലാം തമ്പുരാൻ്റെ തിരുഹൃദയത്തിലെ
മുറിവിലേക്ക് സമർപ്പിക്കുകയാണ് ഈ നിമിഷം. ഇത് അവിടുത്തെ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിയിറങ്ങുന്ന തിരുരക്തവും തിരുജലവും അനുഗ്രഹത്തിൻ്റെ കൃപയുടെ ധാരയായി നമ്മിലേക്ക് ഒഴുകുന്നു. സൗഖ്യത്തിൻ്റെ അനുഭവമായി ഇതാ അവിടുത്തെ സാന്നിധ്യവും അവിടുത്തെ ആ തിരുരക്തവും മാറുന്നു. ഈശോയെ, ഇതാ ഞങ്ങളെ തന്നെ പൂർണ്ണമായും സമർപ്പിച്ചുകൊണ്ട്, ഞങ്ങളുടെ മുറിവുകളെക്കുറിച്ചെല്ലാം അനുദപിച്ചുകൊണ്ട്, ഞങ്ങൾക്ക് ആവശ്യമായ എല്ലാ കൃപകളെയും ഈ നിമിഷം ഞങ്ങൾ യാചിക്കുകയാണ്. പ്രിയ നിറഞ്ഞവർ, ഈ നിമിഷം നമ്മുടെ എല്ലാ യാചനകളും ആഗ്രഹങ്ങളും അപേക്ഷകളും ദിവ്യകാരുണ്യ ഈശോയ്ക്ക് കൊടുക്കാം. ഈശോയുടെ തിരുവിലാവിൽ നിന്നും ഒഴുകുന്ന തിരുരക്തം കൊണ്ട് ഞങ്ങളെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും പ്രദാനം ചെയ്യണമേ എന്ന് ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. എളിയവരും പാപികളുമായ ഞങ്ങളുടെ യാചനകളും പ്രാർത്ഥനകളും അങ്ങ് കൈക്കൊണ്ട് ഒരു സമഗ്രമായ സൗഖ്യത്തിൻ്റെ അനുഭവം ഞങ്ങൾക്കും ഞങ്ങളുടെ കൂടെപ്പിറപ്പുകൾക്കും കൂടെയുള്ളവർക്കും ആരൊക്കെ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നുവോ, ആരൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നുവോ അവർക്കെല്ലാം വേണ്ടി ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയ നിറഞ്ഞവരെ, തമ്പുരാൻ്റെ അനുഗ്രഹത്തിനായി നമുക്ക് മുട്ടുകൾ മടക്കാം. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പിക്കൊണ്ട് ദിവ്യകാരുണ്യ ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ഇത് അവിടുന്ന് ആശീർവദിക്കാനായി നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നു. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും അപേക്ഷകളും യാചനകളും സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളെ പരിപൂർണമായി സൗഖ്യമാക്കിക്കൊണ്ട് അങ്ങയുടെ ആത്മാവിൻ്റെ വരദാന ഫലങ്ങൾ കൊണ്ട് ഞങ്ങളെ നിറച്ച് സ്വർഗരാജ്യം ലക്ഷ്യമാക്കി തീർത്ഥാടനം ചെയ്യുന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ സഹായകന് നൽകിക്കൊണ്ട് ഞങ്ങൾ ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സകല യാചനകളും അപേക്ഷകളും പ്രാർത്ഥനകളും പരിശുദ്ധ അമ്മയുടെയും സകല വിശുദ്ധരുടെയും സകല മാലാഖമാരുടെയും മാധ്യസ്ഥത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അങ്ങയുടെ ആശീർവാദത്തിനായി ഞങ്ങൾ മുട്ടുമടക്കുന്നു. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി നന്ദി നാഥ, അളവില്ലാ സ്നേഹത്തിനാ. നന്ദി നന്ദി നാഥ, അളവില്ലാ സ്നേഹത്തിനാ.